ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. യോശുവയുടെ പുസ്തകത്തിലെ അവസാനത്തെ അധ്യായമാണല്ലോ 24-ാം അധ്യായം. 24-ാം അധ്യായത്തിൽ യോശുവ ചെയ്യുന്നത് ഇസ്രായേലിലെ എല്ലാ ഗോത്രപിതാക്കന്മാരെയും ശേഖേം എന്ന് പറയുന്ന സ്ഥലത്ത് വിളിച്ചു കൂട്ടുകയാണ്. ഇതിനു മുൻപ് വാഗ്ദത്ത ദേശം 12 ഗോത്രങ്ങൾക്കായി അദ്ദേഹം ഭാഗിച്ചു കൊടുത്തു. അതിനുശേഷം ശേഖേം എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേൽ ഗോത്രങ്ങളിലെ ഗോത്രപിതാക്കന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി അബ്രാഹാമിൽ ആരംഭിച്ചതായ തെരഞ്ഞെടുപ്പ് മുതൽ കനാനിൽ കടന്നു വരുവാൻ ഇടയായ സാഹചര്യം വരെ അവരുടെ ആ ഒരു ചരിത്രത്തിൻ്റെ സംക്ഷിപ്ത രൂപം അദ്ദേഹം ഇവിടെ പറയുന്നു. എത്രമാത്രം അത്ഭുതകരമായി യഹോവയായ ദൈവം നമ്മെ വഴി നടത്തിയെന്ന് നിങ്ങൾ ഓർക്കണം. ആ ചരിത്രം അവർ പറഞ്ഞ് ആ വിശ്വാസം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ശേഖേം എന്ന് പറയുന്ന സ്ഥലത്ത് പുരാതനമായ ക്ഷേത്രങ്ങളൊക്കെ നിലനിൽക്കുന്ന സ്ഥലമാണ്. കനാന്യരുടെ ധാരാളം സാമീപ്യം അവിടെയുണ്ട്. കാലക്രമത്തിൽ തനിക്ക് ശേഷം ഈ ജനം വിശ്വാസം ത്യജിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ യോശുവ അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു പുനഃപ്രഖ്യാപനം അല്ലെങ്കിൽ യഹോവയുമായുള്ള ഒരു ഉടമ്പടിയുടെ പുനഃപ്രഖ്യാപനം അവിടെ നടത്തിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ആദ്യത്തെ ഒരു സത്യം അവിടെ ചെയ്യുന്നുണ്ട്. 14-15 വാക്യങ്ങൾ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ മാത്രമേ സേവിക്കുകയുള്ളൂ. എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യേണ്ടി വന്നാലും വിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ വ്യതിചലിക്കുകയില്ല എന്ന് അദ്ദേഹം ആദ്യം വിശ്വാസ പുനഃപ്രഖ്യാപനം നടത്തി. എന്നിട്ട് എല്ലാ ഗോത്രപിതാക്കന്മാരെയും കൊണ്ട് ആ നേതാക്കന്മാരെ കൊണ്ട് അതേ സത്യം അദ്ദേഹം ചെയ്യിക്കുകയാണ്. കാരണം കനാന്യരുമായിട്ടുള്ള ആ സഹവാസത്തിൽ കാലക്രമത്തിൽ വിശ്വാസം ത്യജിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ സ്ഥലം കാണുമ്പോൾ അല്ലെങ്കിൽ ഈ വിശ്വാസം അവരെ ഓർക്കണം. അതിൻ്റെ സാക്ഷ്യത്തിനായി ഒരു കല്ലെടുത്ത് ഒരു കരുവേലകത്തിൻ്റെ ചൂട്ടിൽ അദ്ദേഹം അവിടെ കുഴിച്ചിടുന്നുമുണ്ട്. ഇനി ഈ ശേഖേം എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ കല്ല് കാണുമ്പോൾ അവർ സത്യദൈവത്തെ ഓർക്കണം. ദൈവം വഴി നടത്തിയ കാര്യങ്ങളെ അവർ വിസ്മരിക്കുവാൻ പാടില്ല. അതിനുവേണ്ടിയാണ് യോശുവ അപ്രകാരം ഒരു കാര്യം അവിടെ ചെയ്യുന്നത്. തൻ്റെ ജനത്തെക്കുറിച്ച് ദീർഘവീക്ഷണമുള്ള ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ ഒരു ദൈവാനുഭവത്തോടു കൂടിയുള്ള ഒരു പ്രവൃത്തിയായി നമുക്കിത് കാണാം. അല്ലാതെ തനിക്ക് ശേഷം പ്രളയം എന്നുള്ള ഒരു മനോഭാവമല്ല യോശുവയ്ക്കുള്ളത്. താനില്ലെങ്കിലും ഇനി ആര് വരെ ഇനിയും ഈ ഭൂമിയിൽ വഴി നടത്തിയാലും അവർ ഈ സത്യവിശ്വാസം വിസ്മരിക്കുവാൻ പാടില്ല. പുതിയ നിയമത്തിൽ നമ്മുടെ ദേവാലയം യോശുവ ശേഖേമിൽ നാട്ടിയതായ കല്ലിൻ്റെ ഒരു പ്രതിരൂപമാണ്. കർത്താവായ യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ, ദൈവം നമ്മുടെ പിതാക്കന്മാരെ വഴി നടത്തിയതിൻ്റെ, നമ്മളെ വഴി നടത്തുന്നതിൻ്റെ ഒരു വലിയ സ്മാരകമായി ഓരോ ദേവാലയവും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു. അങ്ങനെ നിലനിൽക്കണം. ഓരോ ദേവാലയവും കാണുമ്പോൾ ദൈവം ചെയ്ത രക്ഷാകരമായ പ്രവർത്തനങ്ങളെ നമുക്ക് ഓർക്കാൻ സാധിക്കണം. എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവ് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ദൈവത്തിലുള്ള വിശ്വാസം എന്തെല്ലാം പ്രതികൂലതകളെ നേരിടേണ്ടി വന്നാലും പ്രലോഭനങ്ങളെ നേരിടേണ്ടി വന്നാലും ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്ന് മനസ്സിൽ പുനഃപ്രഖ്യാപനം നടത്തുന്നതായ അനുഭവം ഓരോ ദേവാലയം കാണുമ്പോൾ നമുക്കുണ്ടാവണം. യോശുവയ്ക്ക് ശേഷം ഇനി നമുക്കറിയാം ഇസ്രായേൽ ജനം പലവിധമായ പ്രതിസന്ധികളിലേക്കൊക്കെ അവർ പോകും. എന്നാൽ ഇനി ഇങ്ങനെയൊരു നേതാവിനെ അവർക്ക് ലഭിക്കുന്നുമില്ല. അതുകൊണ്ട് ആ യോശുവയുടെ കാഴ്ചപ്പാട് സഭാ നേതാക്കന്മാർക്ക് എപ്പോഴും ഉണ്ടാവേണ്ടതാണ്.
യോശുവ അങ്ങനെ എല്ലാ ഗോത്രപിതാക്കന്മാരെയും കൊണ്ട് സത്യം ചെയ്യിക്കുന്നു. അവരുടെ തലമുറകൾ സത്യവിശ്വാസത്തിൽ നിലനിൽക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. യോശുവ തന്നെക്കുറിച്ച് മാത്രമല്ല തൻ്റെ കുടുംബത്തെക്കുറിച്ചും സത്യം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളുടെ യഹോവയെ, തൻ്റെ കുടുംബം എങ്ങനെയായിരിക്കുമെന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിനുണ്ട്. ഓരോ നേതാക്കന്മാർക്കും ഈ ഒരു മനോഭാവം ഉണ്ടാകണം. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബവും എൻ്റെ തലമുറകളും ഈ സത്യവിശ്വാസത്തിൽ നിലനിൽക്കുമെന്ന് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കുന്ന എത്ര പേര് ഇന്നിവിടെയുണ്ട്? അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം. 29-ാം വാക്യം മുതൽ യോശുവയുടെ മരണത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. യോശുവ 110 വയസ്സുള്ളവനായി ഇവിടെ മരിക്കുകയാണ്. മോശയേക്കാൾ 10 വയസ്സ് യോശുവയ്ക്ക് ഇവിടെ കുറവാണ്. മോശ 120 വയസ്സുള്ളവനായി മരിച്ചു. യോശുവയ്ക്ക് അവകാശമായി ലഭിച്ച എബ്രയീം മലമ്പ്രദേശത്ത് യോശുവയെ അവിടെ സംസ്കരിക്കുകയാണ്. അതിനുശേഷം അഹ്റോൻ്റെ മകനായ എലിയാസാറും മരിക്കുന്നതായി നമ്മളിവിടെ വായിക്കുന്നു. അദ്ദേഹത്തെ അവിടെ സംസ്കരിക്കുന്നു. ഇതിനിടയ്ക്ക് ജോസഫിൻ്റെ അസ്ഥികളെ ഷേഖേം എന്ന് പറയുന്നതായ സ്ഥലത്ത് അവരെ കൊണ്ടുവന്ന് സംസ്കരിക്കുകയാണ്. മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവരെ അവിടെ കാത്തുപരിപാലിച്ച് അവിടെ എല്ലാം കാരണമായ ജോസഫിൻ്റെ അസ്ഥികളെ അവർ കൊണ്ടുവന്ന കാര്യം നമ്മളിതിനു മുൻപ് വായിച്ചിട്ടുള്ളതാണല്ലോ. ആ നീതിമാനായ ജോസഫിൻ്റെ അസ്ഥികളെ അവിടെ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വിശ്വാസപൂർവ്വം അവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കുകയാണ്. അതാണ് ജോസഫിൻ്റെ നീതിമാനും പുണ്യവാനുമായ ഒരു മനുഷ്യനായിരുന്നല്ലോ ജോസഫ്. പാപം ചെയ്യാൻ അവസരമുണ്ടായിട്ടും ചെയ്യാതെ ദൈവത്തോടുള്ള ബന്ധത്തിൽ പാപത്തെ അതിജീവിച്ച മനുഷ്യനാണ്. ജോസഫിൻ്റെ അസ്ഥികൾ സംസ്കരിച്ച സ്ഥലം കാണുമ്പോഴും ആ നീതിബോധം അവരുടെ മനസ്സിലുണ്ടാവാൻ വേണ്ടി ജോസഫിൻ്റെ ആഗ്രഹപ്രകാരം അപ്രകാരം അവിടെ ചെയ്യുന്നതായി നമ്മൾ ഇവിടെ കാണുന്നു. അങ്ങനെ യോശുവയുടെ പുസ്തകം ഇവിടെ സമാപിക്കുകയാണ്. മറ്റൊരു സംശയമുള്ളത് യോശുവയുടെ മരണം യോശുവ എങ്ങനെ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഒന്നുകിൽ അദ്ദേഹത്തിന് മരണത്തിന് മുമ്പ് ഒരു ഇൻഡ്യൂഷൻ ലഭിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശേഷം ആ ഭാഗം തൻ്റെ ശിഷ്യന്മാർ എഴുതി ചേർത്തതാവാം. അങ്ങനെയായിരിക്കണം തൻ്റെ മരണത്തെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തുവാൻ കാരണമായത്. ആവർത്തന പുസ്തകം അവസാനത്തിലും മോശയുടെ മരണത്തെക്കുറിച്ചും അങ്ങനെ തന്നെ മോശ എഴുതിയെന്നാണല്ലോ വിശ്വസിക്കുന്നത്. അപ്രകാരം രേഖപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ യോശുവയുടെ പുസ്തകം ഇവിടെ സമാപിക്കുന്ന നാളെ മുതൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇനി യോശുവയ്ക്ക് ശേഷം ഇങ്ങനെയൊരു നേതാവില്ല. ഇനി ന്യായാധിപന്മാർ മാറി മാറി ഇസ്രായേൽ ജനത്തെ വഴി നടത്തി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നാളെ മുതൽ ആ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഇതുവരെ വഴി നടത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്താം. വേദപുസ്തകം വായിക്കുവാൻ മറ്റുള്ളവരെ കൂടി നിങ്ങളെല്ലാവരും പ്രേരിപ്പിക്കണം. ഓരോ ദിവസവും ഓരോ അധ്യായം വായിച്ചു വരുമ്പോൾ എത്രയോ നല്ല അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ വരുന്നത്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പഴയ നിയമത്തിലെ പ്രവർത്തനങ്ങളെയൊക്കെ നമുക്ക് സ്മരിക്കുവാനും നമ്മുടെ ജീവിതവുമായി ഇതിനെ താരതമ്യപ്പെടുത്തുവാനും നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ. മുന്നോട്ടും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. സർവശക്തനായ ദൈവം അതിനെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.